നമസ്കാരം, വണക്കം. നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ രേണുസുതി ടോപ്പിക്കാണ്. രേണുസുതിയുടെ കള്ളത്തരങ്ങൾ പൊളിച്ചടുക്കുന്ന ഒരു വീഡിയോ ആണ്, വിത്ത് എവിഡൻസ്, വിത്ത് പ്രൂഫ്. അതുകൊണ്ട് എല്ലാവരും ക്ഷമയോടെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നലെ രേണുസുതി തൻ്റെ യൂട്യൂബ് ചാനലിൽ ഏകദേശം 5-6 മണിക്ക്, വൈകിട്ട് 5-6 മണിക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയുണ്ടായി. ആ വീഡിയോയ്ക്കകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പരാമർശിക്കുന്നുണ്ട്. എന്നാൽ ബിഗ് ബോസിൻ്റെ കാര്യം, ബിഗ് ബോസിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രേണുസുതി ഒരു കാര്യം ഇവിടെ സംസാരിക്കേണ്ടായി. ഞാനപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, 5-6 മണിക്കാണ് രേണുസുതി ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഈ സമയങ്ങൾ തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. ഈ സമയം വെച്ചാണ് നമ്മൾ ഈ ഒരു കള്ളത്തരം, രേണുസുതിയുടെ ഈ ഒരു പക്ക കള്ളത്തരം പൊളിക്കാൻ പോകുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ രേണുസുതിയോട് എനിക്കൊരു കാര്യം ചോദിക്കണമെന്നുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ഫൗൾ പ്ലേ? പക്കാ ഫൗൾ പ്ലേ എന്ന് പറഞ്ഞാൽ പക്കാ ഫൗൾ പ്ലേ. ജനങ്ങളെ മണ്ടന്മാരാക്കുക, രേണുസുതിയുടെ സബ്സ്ക്രൈബേഴ്സിനെ മണ്ടന്മാരാക്കുക, എല്ലാവരും ചീറ്റ് ചെയ്യുക. ഇതൊക്കെ PR ടീമിൻ്റെ വലിയൊരു ബുദ്ധിയായിട്ട് രേണുസുതി കാണരുത്. ഇങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ സമയവും കളഞ്ഞ് ഈ യൂട്യൂബ് ചാനൽ വന്നിരിക്കുന്നത്. എന്തായാലും രേണുസുതിയുടെ കള്ളത്തരം വ്യക്തമായിട്ട് പൊളിക്കാൻ പോവുകയാണ്. രേണുസുതി ബിഗ് ബോസിലോട്ട് പോകുന്നില്ല എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് എന്തായാലും കേട്ടു നോക്കാം. പിന്നെയാണെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ പോയി, ഫ്ലൈറ്റ് കയറി എത്തി, അവളെ പിരിച്ചു വിട്ടു, ബിഗ് ബോസിൽ നിന്ന് പിരിച്ചു വിട്ടു. വ്ളോഗേഴ്സിന്റെ കുറെ കണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാനിപ്പോൾ ഈ വീട്ടിൽ ഇരിക്കുവാണ്, ഞാൻ എങ്ങനെയാണ് കയറിപ്പോയത്? അഥവാ എന്നെ ഇതുവരെയായിട്ടും വിളിച്ചിട്ടില്ല. വിളിച്ചാൽ എന്തായാലും ഞാൻ കയറിപ്പോവും തന്നെ ഞാൻ പറയുന്നു. വിളിച്ചിട്ടില്ല, ഞാൻ ഇപ്പോഴും എൻ്റെ വീട്ടിലുണ്ട്. ഈ വൈകുന്നേര സമയത്തും എൻ്റെ വീട്ടിൽ തന്നെയാണ് ഞാൻ. കേട്ടല്ലോ, രേണുസുതി പറഞ്ഞിട്ടല്ലോ. രേണുസുതി ഇപ്പോൾ ഈ ഒരു വ്ളോഗ് നടത്തിയിട്ടുള്ളത് രേണുസുതിയുടെ ചേച്ചിയുടെ വീട്ടിൽ വെച്ചിട്ടാണ്. ഈ ഒരു വീഡിയോ മൊത്തമായിട്ട് കണ്ടവർക്കറിയാം, രേണുസുതി വന്ന് കയറുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ഞാൻ ചേച്ചിയുടെ വീട്ടിൽ കുറച്ച് ദിവസം വന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളതെന്നാണ്. ഓക്കെ, അതായത് കുറച്ച് ദിവസം രേണുസുതി തൻ്റെ സ്വന്തം വീട്ടിൽ ഉണ്ടാവില്ല. അതാദ്യം മനസ്സിലാക്കുക. പിന്നെ ഇപ്പോൾ ഈ ഒരു വീഡിയോയിലകത്ത് പറയുന്നുണ്ട്, ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് വൈകുന്നേരം സമയത്താണ്, ഞാൻ ഇതുവരെയായിട്ടും ബിഗ് ബോസിൽ പോയിട്ടില്ല. ഈ ഒരു വാക്കാണ് രേണുസുതിയെ കുടുക്കിയിട്ടുള്ളത്. ഞാനൊരു ഫോട്ടോഗ്രാഫി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ രാവിലത്തെ ലൈറ്റിംഗ് സെറ്റപ്പും അതേപോലെ തന്നെ വൈകുന്നേരത്തെ ലൈറ്റിങ്ങും ഏകദേശം ഒക്കെ കണ്ടാലൊക്കെ തിരിച്ചറിയോടെ. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫീൽഡിൽ ഏകദേശം 10 വർഷത്തോളമായി ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ രേണുസുതി പറഞ്ഞിട്ടുള്ളത് പക്ക കള്ളത്തരമാണെന്നുള്ളത് ഇപ്പോൾ പൊളിച്ചുതരാം. പണ്ട് മമ്മൂട്ടി ഒരു സിനിമയിൽ പറയുകയുണ്ടായി, സത്യം മറനീക്കി പുറത്ത് വരുന്നു. അതായത് എത്രത്തോളം നമ്മൾ ഒളിപ്പിച്ച് വെച്ചാലും അത് മറനീക്കി പുറത്ത് വരും. ഈ ഒരു സിനിമ കണ്ടവർക്ക് മനസ്സിലാവാം ഈ ഒരു റൂട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത്. അപ്പോൾ രേണുസുതി പറഞ്ഞിട്ടുള്ളത്, ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് വൈകുന്നേരം സമയത്താണെന്നാണ്. എന്നാൽ രേണുസുതിയുടെ കയ്യിലെ വാച്ച് രേണുസുതിയെ കുടുക്കി. ഒന്ന് കണ്ടു നോക്ക്, ഞാനത് സൈഡിൽ വെക്കാം. ഈ വാച്ചിലെ സമയം നോക്ക്, ഏകദേശം 10 അല്ലെങ്കിൽ 11, 10:15, ഈ ഒരു സമയത്താണ് രേണുസുതി ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് തോന്നും അത് 3 മണിയാണെങ്കിലോന്ന്. അടുത്ത പിക്ക് ഞാൻ തരാം. ആ വലിയ സൂചിയാണ് നീങ്ങുന്നത്. അതായത് 10 മണി അല്ലെങ്കിൽ ആ 11 മണിക്ക് നിൽക്കുന്ന സൂചി അങ്ങനെ തന്നെ നിൽക്കുവാണ്. ആ 3 മണിക്കലത്തുള്ള സൂചിയാണ് അനങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതായത് രേണുസുതി ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് വൈകുന്നേരം അല്ല, ഏകദേശം 10:15, 11:15 ആ ഒരു സമയത്താണ് രേണുസുതി ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. പിന്നെ എന്തിന് രേണുസുതി ഈ ഒരു കള്ളത്തരം തൻ്റെ സ്വന്തം ചാനലിലൂടെ പ്രചരിപ്പിച്ചു? അതാണ് എൻ്റെ ചോദ്യം. ജനങ്ങളെ മണ്ടന്മാരാക്കി, വിഡ്ഢികളാക്കി. ഉത്തരം പറ. രേണുസുതി ഉത്തരം പറഞ്ഞേ പറ്റൂ. പക്കാ പോക്കിരിത്തരമാണ് രേണുസുതി കാണിച്ചിട്ടുള്ളത്. ഇനി രേണുസുതിയുടെ സുഹൃത്ത് സജീന ഇന്നലെ ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി. ആ പോസ്റ്റിൻ്റെ സമയം ഞാൻ കാണിച്ചു തരാം. ഏകദേശം 12:15 എൻ്റെ ഒരു ഫ്രണ്ട് ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുന്നത്. ഞാൻ അദ്ദേഹത്തിന്, കാരണം ഞാൻ ആ ഒരു പോസ്റ്റ് തപ്പി പോയിട്ട് പിന്നെ കിട്ടിയില്ല, കാരണം ചേച്ചി മുക്കി കളഞ്ഞായിരുന്നു. അതുകൊണ്ട് ആ ഫ്രണ്ടിൻ്റെ അടുത്തു നിന്നാണ് ഞാൻ ആ ഒരു പോസ്റ്റ് വാങ്ങുന്നത്. ആ പോസ്റ്റിനകത്തുള്ള സമയം നോക്ക്, 12:34. ഈ പോസ്റ്റ് ചെയ്തിട്ടുള്ള സമയം നോക്ക്, ഏകദേശം 1 മണിക്കൂർ മുമ്പ്. അതായത് രേണുസുതി വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു പോസ്റ്റ് അവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ഫേസ്ബുക്കിൽ. ഈ പോസ്റ്റ് ചെയ്ത വ്യക്തിയുടെ പേരും രേണുസുതി ഈ ഒരു വ്ളോഗിനകത്ത് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ PR ടീമിൻ്റെ പക്ക പ്ലേ എന്ന് പറഞ്ഞാൽ പക്ക പ്ലേ ആണ്. കള്ളത്തരം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പുറത്തു വരും.
ബെൻ ജോൺസൺ എന്ന് പറയുന്ന സിനിമയിൽ മണിച്ചേട്ടൻ ഒരു ഡയലോഗ് പറയുന്നത്, ഇത് ATM കാർഡിന്റെ കാല, എപ്പ കുത്തിയോ അപ്പ കിട്ടും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എത്ര കള്ളത്തരം കാണിച്ചോ അപ്പം തന്നെ ഇതൊക്കെ പുറത്തു വരും. പണ്ടത്തെ പോലെയല്ല, ആളുകളൊക്കെ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ടെക്നോളജി വളർന്നു പറഞ്ഞില്ലേ, ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാലത്തിലൂടെ കടന്നു പോകുന്നത് ടെക്നോളജിയാ. എന്തായാലും രേണുസുതി പക്ക കള്ളത്തരമാണ് ഇവിടെ വിളമ്പിയിട്ടുള്ളത്. അപ്പോൾ സജീന ഏകദേശം 11 മണിയോട് കൂടിയാണ് ഈ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് തന്നെയാണ് രേണുസുതി ഈ ഒരു വീഡിയോ അവിടെ റെക്കോർഡ് ചെയ്യുന്നത്, അതായത് ആ ഒരു വ്ളോഗ് അവിടെ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വ്ളോഗിനകത്ത് രേണുസുതി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് ഈ ഒരു പോസ്റ്റിനെ ചൊല്ലി ഉണ്ടാകാൻ പോകുന്ന, അതായത് നമ്മൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ ഈ ഒരു പോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും റിയാക്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. അതൊക്കെ മുൻകൂട്ടി തന്നെ നമ്മളെപ്പോലുള്ളവർ റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ രേണുസുതി ആ ഒരു വീഡിയോയിൽ ഈ കാര്യങ്ങളൊക്കെ പറയണ്ടേ. വേറെ ഒന്നുമല്ല, എന്നെക്കുറിച്ച് ഞാൻ ബിഗ് ബോസിൽ പോയി, ചെന്നൈ പോയി, എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു, മനസ്സിലായില്ലേ, എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേണുസുതി ആ ഒരു വീഡിയോയിൽ പരാമർശിക്കേണ്ടായി. എൻ്റെ പൊന്നോ, രേണുസുതിക്ക് ഇത്ര ബുദ്ധിയാടേ, എല്ലാം മുൻകൂട്ടി കാണാൻ ഇത്ര ബുദ്ധിയാണ്? എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. എന്തായാലും രേണുസുതി ശരിക്കും സബ്സ്ക്രൈബേഴ്സിന്, വ്യൂവേഴ്സിന് നല്ല രീതിയിൽ കോമാളികളാക്കിയിട്ടുണ്ട്. ഇത് PR ടീമിൻ്റെ കടുത്ത പ്ലേ തന്നെയാണ്. രേണുസുതിയെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിർത്തുക, കോൺട്രവേഴ്സീസിൻ്റെ മുന്നിൽ ഇങ്ങനെ നിർത്തുക. ഇനി രേണുസുതി ഇപ്പോൾ ബിഗ് ബോസിൽ കയറിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടെങ്കിലും കയറാൻ സാധ്യത കൂടുതലാണ്. ഈ ബിഗ് ബോസ് മത്സരാർത്ഥികളുടെ പേര് എടുത്ത് ചോദിക്കുമ്പോൾ ആദ്യം എടുത്ത് പറയുന്ന പേര് രേണുസുതിരാണ്. എല്ലാവരും എടുത്തു പറയുന്നൊരു പേര് രേണുസുതിരാണ്. അപ്പോൾ ഇവരങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല. ഇത് രേണുസുതിയുടെ ഒരു ഫൗൾ പ്ലേ ആയിട്ട് കാണാൻ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജനങ്ങളെ പറ്റിക്കുക, മണ്ടന്മാരാക്കുക. പിന്നെ അത് മാത്രമല്ല, രേണുസുതി ഇതിനകത്ത് വേറെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതിനകത്ത് ഇറക്കണമുണ്ട്. എൻ്റെ ഫോൺ ശരിയല്ലാത്തത് കൊണ്ട് എനിക്ക് ഡെയിലി വ്ളോഗ് എടുക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേണുസുതി കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇനി ഫോണും കൂടി മേടിച്ച് തരണമായിരിക്കും. ഞാൻ എന്തായാലും ആ ഒരു പോർഷനും കൂടി ഞാനിവിടെ ഒന്ന് പ്ലേ ചെയ്യാം. പിന്നെ കുറച്ച് പ്രോജക്റ്റുകൾ 2-3 സിനിമ വന്നിട്ടുണ്ട്, അതൊക്കെ ചെയ്യണം. ഉടനെ തന്നെ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഓക്കെ ആകും. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും പ്രാർത്ഥനയും ഇനിയും പ്രതീക്ഷിക്കുന്നു. എന്നെ ഒരുപാട് പേര് സപ്പോർട്ടുണ്ടെന്ന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒത്തിരി മെസ്സേജുകൾ വരാറുണ്ട്. നേരിട്ട് കാണുമ്പോൾ എല്ലാ ജനങ്ങളും രേണുസുതി ഇങ്ങനെ തന്നെ പോകണം. അപ്പം പിന്നെ എല്ലാവരും പറയും ഡെയിലി വീഡിയോ ഇട്. എനിക്ക് നല്ലൊരു ഫോണില്ല. ഒന്നാമതൊക്കെ എൻ്റെ ഫോൺ കണ്ടു കഴിഞ്ഞാൽ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ട പോലത്തെ സാധനമാണ്. ഇവിടെ ചെക്കി അവിടെയാണ് ചെന്ന് അവസാനിക്കുന്നത്. ഭയങ്കര ഒരു മോശമായിട്ടുള്ള ഫോണാണ്. മോശമല്ല, കേടായിട്ടുള്ള ഫോണാണ്. എനിക്കത് സെക്കൻഡ് ഫോൺ ഞാൻ എടുത്താണ്. ചേട്ടൻ്റെ ആ സമയത്ത് മരിച്ച സമയത്ത് എനിക്കൊരു കസിൻ ബ്രോ എനിക്ക് എടുത്തു തന്ന ഒരു ഫോണാണ്. അപ്പോൾ അതിനകത്ത് എന്തായാലും ക്യാമറ ക്ലാരിറ്റി ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഡെയിലി വീഡിയോ ഇടാത്തതും. പിന്നെ എനിക്ക് നല്ല തിരക്കാണ്, ആൽബത്തിൻ്റെ തിരക്കാണ്. ഉറക്കമൊന്നുമില്ല, ഓട്ടം തന്നെയാണ്. ആൽബത്തിനും അതുപോലെ ഷോർട്ട് മൂവീസും എല്ലാം കൊണ്ട് നല്ല തിരക്ക് പിടിച്ച ഒരു സമയമാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇടാത്തത്. എനിക്ക് ഇരുന്ന് തൂറാൻ സമയമില്ല, ഓടുകയാണ്, അട്ടോട്ട് ഓടുകയാണ്. അങ്ങോട്ട് ഓടുമ്പോൾ മ്യൂസിക് വീഡിയോ, ഇങ്ങോട്ട് ഓടുമ്പോൾ സിനിമ. എനിക്ക് തൂറാൻ സമയമില്ല. ഫോൺ മേടിക്കാനൊന്നും പൈസ ഇല്ല. ഇനി ആ വാക്കും കേട്ടിട്ട് ആരും ഐഫോൺ ഒന്നും മേടിച്ച് കൊടുക്കാതിരിക്കട്ടാ. ഇനി അപരാധം കാണാൻ വയ്യ, സത്യമായിട്ട് പറയാണ്. അവരെ കയ്യിലിരിക്കുന്ന മൈക്കിൻ്റെ വില എന്ന് പറഞ്ഞാൽ 15,000 രൂപയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ മുഴുവൻ പൈസൻ്റെ ആയിട്ടൊന്നും ആൾക്കാർ ഫോൺ എടുക്കുന്നില്ല. എല്ലാവരും EMI തന്നെയാണ് ഫോൺ എടുക്കുന്നത്. ഇത്രയും വർക്ക് ഉണ്ടായിട്ട് രേണുസുതിക്ക് ഒരു ഫോൺ എടുക്കാൻ പറ്റുന്നില്ലേ? ദൈവത്തെ ഓർത്ത് രേണുസുതിയുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറയണം, ഇനി രേണുസുതിയുടെ വാക്കും കേട്ടിട്ട് ആരും ഇനി ഒരു ഐഫോൺ ഒന്നും മേടിച്ച് കൊടുക്കാൻ നിൽക്കല്ലേ. ഇനി ഒരു അപരാധം കാണാൻ വയ്യ, പുതിയ അപരാധം കാണാൻ വയ്യ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, ബൈ.